എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല സായാഹ്നം ആശംസിക്കുകയാണ്. ഞാൻ ഡോക്ടർ അമ്പിളി ശ്രീനിവാസ്. തപോവനം മെലഡീസിൻ്റെ കാണാക്കുയിലെ പാടൂ നീ എന്ന് തുടങ്ങുന്ന നമ്മുടെ ജാനകിയമ്മയുടെ പ്രശസ്തമായ ഒരു പാട്ടിൻ്റെ വരിയിൽ നിന്നാണ് ഈ പരിപാടിയുടെ പേര് തന്നെ ആരംഭിക്കുന്നത്. നമ്മുടെ ജാനകിയമ്മ അവർക്കുള്ള ശ്രദ്ധാഞ്ജലിയാണ് ഈ ഒരു പരിപാടി. കാണാക്കുയിലെ പാടൂ നീ എന്ന ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വിശിഷ്ട വ്യക്തികൾ എല്ലാവരും തന്നെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ്. അതിനായി ശ്രീലക്ഷ്മി ആൻഡ് ദേവനന്ദ ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, ദേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിലിണയാകണേ, സത്യമെന്നുള്ള ശീലമോടിന്നെ ശാന്തി അറിയണമേ. ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാക്കണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ, സത്യമെന്നുള്ള ശീലമോടിൻ്റെ ശാന്തി അറിയണമേ. താങ്ക് യു ശ്രീലക്ഷ്മി. ജാനകിയമ്മയ്ക്കുള്ള ശ്രദ്ധാഞ്ജലിയായ തപോവനം മെലഡീസ് ഒരുക്കുന്ന കാണാക്കുയിലെ പാടൂ നീ എന്ന ഈ പരിപാടിയുടെ സ്വാഗത പ്രസംഗത്തിനായി തപോവനം മെലഡീസ് ജോയിന്റ് കൺവീനർ ശ്രീ രാജേന്ദ്രൻ സർ. വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, തപോവനം മെലഡീസ് മ്യൂസിക് ക്ലബ്ബ് കോഴിക്കോട് ഇടയ്ക്കിടെ ടൗൺ ഹാളിലും അതേപോലെ മാനാഞ്ചിറ ആംഫി തിയേറ്ററിലും സംഗീത പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗീത കൂട്ടായ്മയാണ്. ഇവിടെ ഇന്ന് യഥാർത്ഥത്തിൽ ഞങ്ങളൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്തത് കുറേ ഹിന്ദി ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. ആ ഇടയ്ക്കാണ് നമ്മുടെ എല്ലാവരുടെയും സംഗീത പ്രേമികളുടെ പ്രിയങ്കരിയായ എസ് ജാനകി അമ്മ നമ്മളെ വിട്ടുപോകുന്നത്. സംഗീത പ്രേമികൾക്ക് ഏറ്റവും അധികം അല്ലെങ്കിൽ സങ്കടക്കടയിൽ ആഴ്ത്തിയ ഒരു സംഭവമായിരുന്നു. കാരണം അതുപോലെയുള്ള കലാകാരികൾ അല്ലെങ്കിൽ കലാകാരന്മാർ നമ്മൾക്ക് ഇവിടെ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ അടയാളപ്പെടുത്തുകൾ നടത്തിയ ഒരു കലാകാരി കൂടിയാണ്. അപ്പോൾ അവരുടെ ടാലൻറ്റ്, ശബ്ദമാധുര്യം ഇതൊക്കെ വേറെ ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. 48,000 പാട്ടുകൾ 48,000 പാട്ടുകൾ പാടിയ ഒരാൾ ഇന്ത്യയിലെന്നല്ല ലോകത്തിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് സംശയമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെയുള്ള അവരുടെ ഓർമ്മയിൽ ഒരു സംഗീത പരിപാടി നടത്തുക എന്നുള്ളത് നമുക്ക് വളരെയധികം അഭിമാനവും അതേപോലെ അതൊരു ഞങ്ങളുടെ അവസരവുമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തപോവനം മെലഡീസ് ഈ ഒരു സംഗീത പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ കൂടുകയും ചെയ്തിട്ടുള്ളത്. ഈ കോഴിക്കോടിൻ്റെ, പ്രത്യേകിച്ച് ഈ കോഴിക്കോടിൻ്റെ മിഠായിത്തെരുവിൻ്റെ മാധുര്യ മിഠായിത്തെരുവിൻ്റെ, കോഴിക്കോട് ഈ ടൗൺ ഹാളെന്ന് പറഞ്ഞാൽ കോഴിക്കോടിൻ്റെ ഹൃദയമാണ്. മാധുര്യ മിഠായിത്തെരുവ്, ഇടപെടലുകളുടെ വലിയങ്ങാടി, കൽബിൻ്റെ ബീച്ച്, ഇതൊക്കെ ഉൾപ്പെട്ട അതിനിടയിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഒരു വലിയ മഹാഭാഗ്യമാണ്. കാരണം കോഴിക്കോട് കലാകാരന്മാരുടെ ഇടമാണ്.
നന്മയുടെ ഇടമാണ്, ഇടപെടലിൻ്റെ ഇടമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഹൃദയമുള്ള അല്ലെങ്കിൽ ഒരു ടൗൺ ഹാളിലെ ഒരു പരിപാടി അവതരിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചും അഭിമാനവാർഹമാണ്. ഞാൻ എൻ്റെ ഔദ്യോഗികമായ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആരാധ്യനായ കോഴിക്കോട് മേയർ ശ്രീ ഒ സദാശിവൻ അവർകളാണ്. അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടുകൂടി സ്നേഹപൂർവ്വം എല്ലാവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. ഇതിന് അധ്യക്ഷത വഹിക്കുന്നത് തപോവനം മെലഡീസിൻ്റെ കൺവീനർ ശ്രീ കെ നന്ദകുമാറാണ്. അദ്ദേഹത്തെയും വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ മുൻ MLA, മുൻ മേയർ, കോഴിക്കോടിൻ്റെ ഒരടയാളങ്ങളൊന്നതാണ്, മറ്റൊരടയാളം. അപ്പോൾ തോട്ടത്തിൽ രവീന്ദ്രൻ സാറിനെ, രവിയേട്ടനെ വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതിച്ചു. ആശംസ അർപ്പിക്കുന്ന ശ്രീ വിജയരാജൻ തപോവനം പാർക്കിൻ്റെ, അതായത് നമ്മൾ തപോവനം പാർക്കിലാണ് തപോവനം മെലഡീസ് എന്നുള്ള മ്യൂസിക് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നതും അതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. തപോവനം പാർക്കിൻ്റെ സെക്രട്ടറിയാണ് ശ്രീ വിജയരാജ്. അദ്ദേഹത്തെയും വളരെ ബഹുമാനപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിക്കുന്നത് തപോവനം മെലഡീസിൻ്റെ ജോയിൻറ്റ് കൺവീനർ ശ്രീമതി ഷിബ പ്രേമാനന്ദിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ സംഗീത പ്രേമികളെയും, എല്ലാ നാട്ടുകാരെയും സുഹൃത്തുക്കളെയും വളരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ രാജേന്ദ്രൻ സർ. അധ്യക്ഷ പ്രസംഗത്തിനായി തപോവനം മെലഡീസ് കൺവീനർ ശ്രീ നന്ദകുമാർ സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്ന ഭാരതത്തിൻ്റെ പ്രിയ വാനമ്പാടി, ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. സൗത്ത് ഇന്ത്യയുടെ വാനമ്പാടിയല്ല, ഭാരതത്തിൻ്റെ തന്നെ വാനമ്പാടി. കാരണം അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു റെക്കോർഡ് നമ്മുടെ സ്വാഗത പ്രാസംഗികൻ, എൻ്റെ സഹപ്രവർത്തകൻ രാജേന്ദ്രൻ മാഷ് സംസാരിച്ചതുപോലെ അത്രയും റെക്കോർഡുള്ള ഒരാൾ ഇന്ത്യയിൽ വേറെ ഉണ്ടായിട്ടില്ല. അത്രയും കഴിവുള്ള ഒരു ഗായിക. അതുകൊണ്ട് നമുക്കവരെ ഭാരതത്തിൻ്റെ വാനമ്പാടി എന്ന് തന്നെ വിളിക്കാനാണ് നമുക്കിഷ്ടം. പിന്നെ എന്തുകൊണ്ട് ഉണ്ടായില്ല എന്നുള്ളത് നമുക്ക് വേറെ തന്നെ ചർച്ചാ വിഷയമാക്കേണ്ട കാര്യങ്ങളാണ്. അതിലേക്ക് നമുക്കിപ്പം പോകേണ്ടതില്ല. അപ്പോൾ അങ്ങനെയുള്ള വാനമ്പാടിയുടെ, നമ്മുടെ പ്രിയ ജാനകി അമ്മയുടെ ഓർമ്മ പുതുക്കുന്ന ഈ വേളയിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. എന്തൊക്കെയാണ് അറിയാം, ജാനകി അമ്മയുടെ പ്രത്യേകതകൾ മറ്റ് ഗായികമാർ, എത്രയോ ഗായികമാർ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എന്താണ് ജാനകി അമ്മയെ വ്യത്യസ്തമാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ. അവരെ ഇത്രയും ഭാഷയിൽ, കേരളക്കാർക്ക്, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ജാനകി അമ്മ മലയാളിയാണ്. തമിഴ്നാട്ടുകാരെ സംബന്ധിച്ചോളം അവർ തമിഴ് സ്ത്രീയാണ്. കർണാടകത്തിൽ പോയി കഴിഞ്ഞാൽ അവർ കന്നഡയാണ്. അവരാന്ധ്ര. അപ്പോൾ ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും അവർക്ക് അവരുടെ തന്നെ ഗായികയായി തോന്നത്തക്ക വിധത്തിൽ ആ ഭാഷയോട് നീതി പുലർത്തി അതിൽ ഒരു ഉച്ചാരണത്തിലോ എന്തെങ്കിലും അപാകത വരാതെ, നമ്മളൊരു കേരളത്തിൻ്റെതാവട്ടെ ഏത് ഭാഷയുടേതാണെങ്കിലും അതിൽ ഒരു ഫോക്കായിട്ടുള്ള നാടൻ ശീലമുള്ള വരികളാണെങ്കിൽ പോലും ഒരു ഉച്ചാരണത്തിൽ ഒരു മാറ്റവും വരാതെ. ഇന്നിപ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയാണ് മലയാളം സംസാരിക്കുന്നതെന്ന് ഇപ്പോൾ നമുക്കറിയാം. അല്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏറ്റവും മനോഹരമായിട്ട് മലയാളമാവട്ടെ, തമിഴാവട്ടെ, കന്നഡയാവട്ടെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് പാടുന്ന ഒരു ഗായിക ഇന്ത്യയിൽ വേറെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ 48,000, പിന്നെ നമ്മൾക്കറിയാം അവർ കൊടുക്കുന്നൊരു ഭാവം, അത് പ്രണയമാവട്ടെ, വിരഹമാവട്ടെ. ഇപ്പം വിരഹത്തിന് നമുക്ക് ഇഷ്ടംമാതിരി പാട്ടുകളുണ്ട്. അവർ ചിരിച്ചുകൊണ്ട് കരയിക്കും, ചിരിച്ചുകൊണ്ട് ഉള്ളിൽ കരയും. നമ്മുടെ സ്വർണ്ണമുഖിലേ എന്നുള്ള പെട്ടെന്ന് വായിൽ കിട്ടിയൊരു പാട്ടാണ് സ്വർണ്ണമുഖിലേ എന്നുള്ളൊരു ഗാനം. അത് അവർ സ്റ്റേജിൽ പാടുന്നത് കേൾക്കാൻ എനിക്ക് ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. സ്റ്റേജിൽ പാടുമ്പോൾ ഒരു ചെറിയൊരു ബുക്കും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ചിരിച്ചുകൊണ്ട്. പക്ഷെ ആ പാട്ട് കരച്ചിലാണ്, ഒരു നിലവിളിയാണ്, ഉള്ളിൽ നിന്ന് വിങ്ങുകയാണ്. അങ്ങനെ പാടാൻ
വേറെ ഒരാൾക്ക് കഴിയില്ല. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു നാടൻ കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി എന്നൊരു കുഗ്രാമമാണ് എൻ്റെ പണ്ട്. ഇന്ന് അങ്ങനെ അല്ലെങ്കിൽ പോലും പണ്ട്. അപ്പോൾ ഒരു 2-3 കിലോമീറ്ററെങ്കിലും നടക്കണം. രാത്രിയൊക്കെ നടക്കുമ്പോൾ എവിടുന്നെങ്കിലും ഈ നിഴലായി എന്നുള്ളൊരു പാട്ടുണ്ട്. നിഴലായി ഒഴുകി വരും, പേടിയാണ്. ആ പാട്ട് എവിടുന്നെങ്കിലും കേട്ടുകഴിഞ്ഞാൽ അറിയാതെ നമ്മൾ തിരിഞ്ഞു നോക്കും, ആരോ പിന്നിലുണ്ടെന്നില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു ചിരിയും വരാനുണ്ട്. അതോടുകൂടി തീർന്നു. അത്രമാത്രം ഭാവം, ഫീലിംഗ് കൊടുക്കാൻ. പ്രണയത്തിൻ്റെ കാര്യം പിന്നെ പറയണ്ട. അത്രയും നേരം ചില ഹസ്കി വോയിസുകളൊക്കെ എത്ര അനായാസമാണ് അവർ നൽകുന്നത് എന്ന് നോക്കുക. പിന്നെ പിച്ച്, ഏത് പിച്ചിൽ നമ്മൾക്കറിയാം, നമ്മളെ തന്നെ നമുക്ക് വളരെ സുപരിചിതരായിട്ടുള്ള ഗായികമാരാവട്ടെ പിച്ച്, അതിന് ശ്രുതി നല്ല ഹൈ പിച്ചിലോട്ട് പോകുമ്പോൾ അവർ മുഖത്തുണ്ടാവുന്ന ഗോഷ്ഠികൾ, ഞാൻ അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ വേറെ ഒന്നും തോന്നരുത്, അങ്ങനെ മാത്രമേ നമുക്ക് ആ ഒരു പിച്ചിൽ പല ആൾക്കും എത്താൻ പറ്റുന്നുള്ളൂ. പക്ഷേ ജാനകിക്കുണ്ട് ഈ വള്ളി പോലും മുഖത്ത് ഉരുതില്ല, പേശികൾ അതുപോലെ ഏറ്റവും ബേസിൽ പാടുന്നത് പോലെ തന്നെ ഏറ്റവും ഹൈ പിച്ചിൽ അവർക്ക് പാടാൻ പറ്റുന്നു. എത്ര ഹൈ പിച്ചിൽ പാടുമ്പോഴും സംഗതികൾക്ക് ഒരു വ്യത്യാസവും വരുന്നില്ല. അത് കൃത്യം അങ്ങനെ പാടുന്നു. ഇതൊക്കെ തന്നെ അവരുടെ പ്രത്യേകതകൾ. ഇതൊന്നും തന്നെ വേറെ ആർക്കുമില്ല. പിന്നെ ഇതിനെല്ലാം ഉപരി അവരുടെ ലാളിത്യം, എളിമ. ബാക്കിയുള്ള ഒരു കലാകാരനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കലാകാരിയിൽ നിന്ന് നമ്മളെ ഏവരും പ്രതീക്ഷിക്കുന്ന കാര്യമാണ് എളിമ, അല്ലേ? ബാക്കിയുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ ഇടപെടുന്നു, ഇത്രയും എളിമയോടുകൂടി പെരുമാറുന്ന വേറൊരു കലാകാരിയില്ല. അത് നമ്മുടെ തലമുറയ്ക്ക്, ഇനി വരുന്ന തലമുറയ്ക്ക് ഒരു റോൾ മോഡലാണ് അവർ. അനുകരണീയമായിട്ടുള്ള ഒരു സ്വഭാവ വിശേഷണം ആണ് ഈ പറയുന്ന എളിമ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾക്കറിയാം, ഇന്നിപ്പോൾ ഇവിടുന്ന് ഒരു പാട്ട്, ഞാൻ സംഗീതം പഠിക്കാത്ത ഒരാളാണ്. അപ്പോൾ കുറച്ചൊരു കർണാട്ടിക്കുള്ളൊരു പാട്ട് പാടേണ്ടി വന്നപ്പോൾ നമ്മൾ ഓർക്കസ്ട്രയിലെ അടുത്ത്, നിങ്ങൾ പഠിച്ചിട്ടൊന്നുമില്ല അല്ലേ കർണാട്ടിക് പഠിച്ചില്ല, കാരണം അത് ശരിയായിട്ടുണ്ടാവില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെന്താ എസ് ജാനകി പഠിച്ചിട്ടില്ലല്ലോ, എസ് ജാനകി കർണാട്ടിക് ശാസ്ത്രീയമായിട്ട് പഠിക്കാണ്ടാണല്ലോ അവർ പാടുന്നത്, SPB പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എന്നോട് അത് അതൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അത്രയും ഞാൻ കേട്ടറിയവൻ്റെ വെച്ചാൽ 10 ദിവസം ആണ് കുട്ടിയായിരിക്കുമ്പോൾ അവർ ഒരു സംഗീത അധ്യാപകൻ്റെ അടുത്ത് പോയത്. 10 ദിവസം ആ ഗുരു പറഞ്ഞു വിടും, നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. കാരണം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഏത് സ്വരസ്ഥാനത്തിലും കൃത്യമായിട്ട് പാടാൻ അവർക്ക് പറ്റുന്നു. ഗുരുവിന് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ വെറും അവരുടെ സംഗീത പഠനം എന്നുള്ളത് വെറും 10 ദിവസമാണ്. അങ്ങനെയുള്ള ഇപ്പം അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള സംഗീത സംവിധായകന്മാരെല്ലാവരും തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഒരു തവണ പറഞ്ഞു കൊടുത്താൽ മതി, ഇന്ന സ്വരസ്ഥാനം ഇന്ന് വെച്ചിട്ട് പറഞ്ഞാൽ അതങ്ങ് പാടുകയാണ്. വേറൊരു അനുഭവം കൂടെ പറഞ്ഞ് ഞാനത് ചുരുക്കാം. നിങ്ങൾ ആരും ഒരു പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്നവരെല്ലാം എനിക്കറിയാം. ഇപ്പോൾ നമ്മൾക്ക് AI വെച്ചിട്ട് നമ്മൾക്കിപ്പോൾ എല്ലാത്തിൻ്റെയും കരോക്കെ നമ്മൾക്ക് എളുപ്പത്തിലുണ്ടാക്കാം. ഒരു പാട്ട് AIയിലോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ വോക്കൽ മാറ്റും, അതിൻ്റെ കരോക്കെ മാത്രം കിട്ടും. ഞാൻ ഇതിനിടെ എസ് ജാനകിൻ്റെ ഒരു പാട്ട് കേൾക്കുമ്പോൾ AIക്ക് കൺഫ്യൂഷൻ ആവണം, ഇത് ഇൻസ്ട്രുമെൻ്റ് ആണോ അതൊരു മനുഷ്യൻ്റെ സ്വരത്തിൽ വരുന്നതാണ്. കാരണം അതിലൊരു വയലിൻ്റെ കൂട്ടത്തിൽ ഈ വോയിസും അങ്ങ് പോവുകയാണ്. AIക്ക് കൺഫ്യൂഷൻ, രണ്ടും ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ അതാണ് അവരുടെ വോയിസിൻ്റെ പ്രത്യേകത. ഈ പറയുന്ന എല്ലാ ഇതും ഒന്നിൽ തന്നെ സന്നിവേശിച്ചിട്ടുള്ള ഒരു കലാകാരി ഇന്നില്ല. എവിടെയോ കാണാമറയത്ത് കാണാക്കുയിലായി അവരിന്നും പാടുന്നു. നമ്മുടെ ഓർമ്മകളിൽ ഇന്നും എന്നും അവരുടെ പാട്ടുകൾ നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. തപോവനം മെലഡീസിൻ്റെ ജാനകിയമ്മയ്ക്കുള്ള ശ്രദ്ധാഞ്ജലിയായ കാണാക്കുയിലെ പാടൂ നീ എന്ന ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ശ്രീ O സദാശിവൻ അവർകളാണ്. അദ്ദേഹത്തെ അതിനായി ക്ഷണിക്കുന്നു. നമ്മുടെ യോഗ അധ്യക്ഷൻ, തപോവനം മെലഡീസിൻ്റെ കൺവീനർ ശ്രീ നന്ദകുമാർ, ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ, ഈ ചടങ്ങിന് സ്വാഗതം പറഞ്ഞിട്ടുള്ള തപോവനം മെലഡീസിൻ്റെ ജോയിൻറ്റ് കൺവീനർ രാജേന്ദ്രൻ, ആശംസാ പ്രസംഗം നടത്തുന്ന അതേപോലെ തന്നെ വിജയരാജ്, ഷീബ പ്രേംനാഥ്, നല്ല പോലെ ഒരു പ്രാർത്ഥന ആലപിച്ച ശ്രീലക്ഷ്മി ദേവനന്ദ തുടങ്ങി സഹോദരി ദേവനന്ദ അല്ലേ? ശരി, ഓക്കെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനിങ്ങനെ പറയുമായിരുന്നു,
ഇങ്ങനത്തെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹീത കലാകാരിയായുള്ള നമ്മുടെ ഗായിക എസ് ജാനകി അമ്മയുടെ ഓർമ്മകളെ കൂടുതൽ ഒന്ന് തൊട്ടുണർത്തിക്കൊണ്ട് തപോവനം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പ്രധാനമായി കുറേ കാലങ്ങളായി തപോവനം എന്ന നിലയിൽ തന്നെ നിങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുകയും ഇതുപോലെയുള്ള ഒരുപാട് ഗായകരുടെ ഒരു കൂട്ടായ്മയായിട്ട് അതിനെ വളർത്തിയെടുക്കുകയും നമ്മുടെ നാടിന് ഒട്ടേറെ സാംസ്കാരിക രംഗത്തൊക്കെ ഉള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനെല്ലാം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കോട് നഗരം മാത്രമല്ല കേരളത്തിലെമ്പാടും അറിയപ്പെടുന്ന ഒട്ടേറെ കലാകാരന്മാരെ സമ്മാനിക്കുന്നതിനൊക്കെ ഇടവന്നിട്ടുള്ളത് ഇത്തരം കലാകാരന്മാരുടെ പ്രവർത്തനം വഴിയാണ്. എസ് ജാനകി അമ്മയെ സംബന്ധിച്ച് എൻ്റെ മുന്നിലിരിക്കുന്ന എന്നേക്കാൾ നല്ല അനുഭവ സമ്പത്തും അറിവുമുള്ളവരോട് ഞാൻ പറയുന്നത് അധിക പ്രസംഗമായിരിക്കും. പക്ഷേ ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയും, ഏറ്റവും നല്ലതുപോലെ മനോഹരമായി നിരവധി കുഞ്ഞുങ്ങളുടെ പാട്ട് അല്ലേ, കുട്ടികൾ പാടുന്ന സ്വരത്തിൽ അല്ലേ, ഏത് സ്വരത്തിലും നല്ലതുപോലെ ഗാനം ആലപിക്കാൻ കഴിവുള്ള അനുഗ്രഹീതമായ ഒരു കലാകാരിയാണ് എസ് ജാനകി. അവരുടെ പാട്ടുകളെ ഓർക്കുമ്പം കേരളത്തിൻ്റെ അകത്ത് നമുക്ക് എത്രയെത്രയോ പാട്ടുകൾ ഓർക്കാൻ കഴിയുന്നതാണ്, നിരവധിയായ, എന്നും മനസ്സിൽ എക്കാലവും ഓർക്കുന്ന. അത് മലയാളത്തിൽ മാത്രമല്ല, വ്യത്യസ്ത ഭാഷകളിലെല്ലാം. ഇവിടെ പറഞ്ഞതുപോലെ ഈ ഇല്ലേ പ്രസംഗമല്ല ഇവിടെ വേണ്ടതെന്ന് തോന്നുക അല്ലേ, ഈ കാണാക്കുയിലെ പാടൂ നീ എന്നുള്ള എന്താ അമ്മ അല്ലേ, എന്താ അതിൻ്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത്. ആ പാട്ടുകൾ കേൾക്കാനും അത് ആസ്വദിക്കാനും, അത് മാത്രമല്ല അതുപോലെയുള്ള നിരവധിയായ പാട്ടുകൾ SP ബാലസുബ്രഹ്മണ്യൻ്റെ ഒരുമിച്ച് നിന്ന് എസ് ജാനകി അമ്മ പാടിയുള്ള പാട്ടുകളില്ലേ, മലരേ മൗനമാ, എന്താന്നാ പറയേണ്ടത്, എത്ര നേരം കേട്ടിരിക്കും. ഇതുപോലെയുള്ള നിരവധിയായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു കലാകാരിയാണ്. നമുക്കറിയാം കോഴിക്കോട് മാത്രമല്ല കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലം ഇത്രയേറെ സമ്പന്നമാവുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലെയുള്ള നിരവധിയായ കലാകാരികളുടെ പ്രവർത്തനം വഴിയാണ്. സമൂഹത്തിൽ ഏത് തെറ്റായ പ്രവണതകളെയും ഇല്ലേ മാറ്റാൻ കഴിയുന്നൊരു മരുന്ന് ഏതാണെന്ന് ചോദിച്ചാൽ അത് സംഗീതമാണ്. സംഗീതത്തിന് മാറ്റാൻ കഴിയാത്തതൊന്നുമില്ല. ഏതൊരു ക്രൂരമായ മനസ്സിനെയും അല്ലേ നല്ല മനോഹരമായൊരു സംഗീതം ആലപിച്ചാൽ ശാന്തമാക്കാൻ കഴിയും. അത്രയേറെയാണ് മനുഷ്യൻ്റെ മനസ്സിനെ നന്നായി സ്വാധീനിക്കാൻ കഴിയുന്നതും അതുവഴി സമൂഹത്തിന് പ്രകാശം പരത്താനും സ്നേഹം പരത്താനും ഏറ്റവും അഭികാമ്യമായ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ത് എന്ന് ചോദിച്ചാൽ അത് സംഗീതമാണ്. ആ സംഗീതം കഴിഞ്ഞേ മറ്റെല്ലാം ഉള്ളൂ. അപ്പോൾ അങ്ങനെ സംഗീതത്തെ ആരാധിക്കുന്നതും സ്നേഹിക്കുന്നതുമായ ഒരു സമൂഹം അധിവസിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെയല്ലേ ഈ ചരിത്ര നഗരിയായ കോഴിക്കോട് ടൗൺ ഹാളിൽ നിരവധിയായ സംഗീത ഗ്രൂപ്പുകളാണ്. ഓരോ ദിവസവും, ഒരു മാസത്തിൽ എത്ര ദിവസമാണ് ഈ ഹാള് ഒഴിവുള്ളതെന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഭൂരിഭാഗം ദിവസങ്ങളിലും ഇവിടെ നടക്കുന്നത് സംഗീത വിരുന്നുകളാണ്. അങ്ങനെ സംഗീതത്തെ ആരാധിക്കുന്ന വിവിധങ്ങളായ സംഗീതധാരകളെയൊക്കെ ഇഷ്ടപ്പെടുന്ന വലിയൊരു ജനവിഭാഗമുള്ള നഗരമാണ് നമ്മുടെ നഗരം. അതുകൊണ്ട് തന്നെയായിരിക്കണം എനിക്ക് തോന്നുന്നു കോഴിക്കോട് നഗരം മറ്റ് നഗരങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. ഒരു തരത്തിലുള്ള അരാജകത്വ പ്രവണതകളൊന്നും തൊട്ടു തീണ്ടാത്തൊരു നഗരമായി ഇപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ കാരണം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒരു കാരണം അല്ലേ, എല്ലാം എന്നല്ല, ഒരു കാരണം നമ്മുടെ സാംസ്കാരികമായ സമ്പന്നതയാണ്. സംഗീതം മാത്രമല്ല, അതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ കലാ അഭിരുചികളെ നല്ലതുപോലെ മനസ്സിലേറ്റി നടക്കുന്ന ഒരു ജനത അധിവസിക്കുന്ന നാടാണ് കോഴിക്കോട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, തപോവനത്തിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ എസ് ജാനകി അമ്മയെ ഓർത്തുകൊണ്ട് അവരുടേതായ നിരവധിയായ ഗാനങ്ങൾ ഇവിടെ ആലപിക്കാനും അത് കേൾക്കാനുമായി ഈ ഓണസമയത്ത്, ഓണവിരുന്ന് നടക്കുകയാണ് ഇപ്പം തുടർച്ചയായ ദിവസങ്ങളിൽ, അതുവരെയുള്ളൊരു സമയത്ത് നമുക്ക് അല്പസമയമെങ്കിലും ഇങ്ങനെ സന്തോഷിച്ചിരിക്കാൻ കഴിയുന്നൊരു അവസരം സമ്മാനിച്ച തപോവനത്തെ അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും ഉള്ള അഭിമാനം, സന്തോഷം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ തപോവനം കാണാക്കുയിലെ പാടൂ നീ എന്ന ആ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
വളരെയധികം നന്ദി സർ. ഇനി ആശംസാ പ്രസംഗത്തിനായി മുൻ MLA നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ അവർകളെ ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ, തപോവനത്തിൻ്റെ കൺവീനർ കൂടിയായിട്ടുള്ള ശ്രീ നന്ദകുമാർ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ള നമ്മുടെ ആരാധ്യനായ കോഴിക്കോട് മേയർ ശ്രീ O സദാശിവൻ, ജോയിൻറ്റ് കൺവീനർ ശ്രീ രാജേന്ദ്രൻ മാഷ്, തപോവനത്തിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ വിജയരാജ്, ശ്രീമതി ഷീബ പരമാനന്ദ്, ശ്രീലക്ഷ്മി ദേവനന്ദ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സംഗീത പ്രേമികളെ, സഹോദരി സഹോദരന്മാരെ, ഒരു 15 കാലങ്ങൾക്ക് മുമ്പ് കുറേ ലാത്തിക്കുളം ആ പ്രദേശത്തുള്ള കുറേ സംഗീതത്തെ സ്നേഹിക്കുന്ന കുറേ ആളുകൾ ചേർന്നുകൊണ്ട് രൂപം കൊടുത്തിട്ടുള്ളൊരു സംഘടനയാണ് തപോവനം മെലഡീസ്. ഇപ്പം നമുക്കറിയാം, മേയർ ഇവിടെ പറഞ്ഞല്ലോ, കേരളത്തിൽ കോഴിക്കോടിന് അത്രയും സംഗീതത്തെ സ്നേഹിക്കുന്ന ആളുകൾ മറ്റെവിടെയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും പരിപാടികൾ നടക്കുന്നത്, മൺമറഞ്ഞു പോയിട്ടുള്ള ഒട്ടേറെ പ്രഗത്ഭരായിട്ടുള്ള സംഗീതജ്ഞരെ ഇന്നും ഓർക്കുന്ന, മുഹമ്മദ് റാഫിയുടെ പേരിൽ എത്ര സംഘടനകളാണ് അവിടെ ഉള്ളത്. ചുരുങ്ങിയതൊരു 10 ദിവസമെങ്കിലും റാഫി നൈറ്റ് വെക്കാത്തൊരു കൊല്ലം ഉണ്ടായിട്ടില്ല. കിഷോർ നൈറ്റ് ഉണ്ട്, മുകേഷ് നൈറ്റ് ഉണ്ട്, ആരൊക്കെ പാട്ടുകാരുണ്ടോ അവരൊക്കെ പേരിലുണ്ട്. ജാനകിയമ്മ മരിച്ചിട്ട് കുറച്ച് സമയങ്ങളായിട്ടുള്ളൂ, മാസങ്ങളേ ആയിട്ടുള്ളൂ. സ്വാഭാവികമായിട്ട് ഒരു വർഷം തികയുമ്പോഴത്തേക്ക് അതിൻ്റെ നൈറ്റും വരും, ഒരു സംശയമില്ല അതിൽ. കാരണം അങ്ങനെ ഒരു പ്രത്യേകതയുള്ള നഗരങ്ങളിലൊന്നാണ് കോഴിക്കോട്. ഇവിടെ ഇപ്പോൾ ആരും ക്ഷണിച്ചിട്ട് വന്നതല്ല, സംഗീത പരിപാടികളാണ് ഇവിടെയൊന്നും ഹോളുഫുള്ളാണ്. വേറെ ഒരു സ്ഥലത്തും അങ്ങനെ അവസ്ഥയില്ല. അത് വല്ലാത്തൊരു ഇത് തന്നെയാണ്. ഇപ്പം മേയർ പറഞ്ഞ മാതിരി സംഗീതത്തിൻ്റെ ഒരു സ്വാധീനം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. മനസ്സിനെ ഇത്രയധികം സ്വാധീനിക്കുന്ന മറ്റൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഒരു പ്രത്യേകത തന്നെയാണ്. എന്ത് വിഷമങ്ങളുണ്ടെങ്കിൽ നമുക്കത് മറന്നു പോകും. ആസ്വദിക്കുക എന്നുള്ളത്, ആസ്വാദകനില്ലെങ്കിൽ എന്ത് നടത്തിയിട്ടും കാര്യമില്ലല്ലോ. നമുക്കതിന് ഇവിടെ ഒരു പ്രയാസവുമില്ല. കാരണം ഒട്ടേറെ പരിപാടി ഇവിടെ നടക്കുന്ന ഏറ്റവും കൂടുതൽ പരിപാടികൾ സംഗീതവുമായി ബന്ധപ്പെട്ട കോഴിക്കോട് നിരവധി പരിപാടികൾ. ഇത് തന്നെ ഇപ്പോൾ ഇവിടെയുള്ള നിങ്ങൾക്കറിയാം, വലിയ ആദ്യകാലത്തെ അങ്ങനെ പാടി ശീലമുള്ളവരൊന്നുമല്ല. നിരവധി പേര് ഇവിടെ അഭ്യസിച്ച് വന്നിട്ട് നല്ല നിലയിൽ നിന്ന് പാടുന്നപ്പോൾ അവിടെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. വീട്ടമ്മമാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള സംഗീതം അഭ്യസിച്ചിട്ടൊന്നുമല്ല, പക്ഷെ നല്ല പാടാൻ കഴിവുള്ള, നല്ല ശബ്ദത്തിൻ്റെ ഉടമകളായിട്ടുള്ള, എടുത്തു പറയേണ്ടത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇപ്പോൾ അത് അത്രയും. ഞാൻ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 1000 ഗാനമേളകൾ ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്, അത്രയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവരൊക്കെ കൂടെ ഇതാക്കിയിട്ട് ഇപ്പോൾ ഒരു ചെറിയ തോതിൽ ഞാനൊന്നും ഇങ്ങനെ പാടുക. അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത. അതാ ഒരുപാട് പേരെ ഒന്നുമല്ലാത്ത അവരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള കഴിവുള്ളവരാണ്. വേണ്ട സാധാരണയിൽ നമുക്കറിയാം അവസരം കിട്ടാതെ പോകും പല ആളുകൾക്കും. നമുക്ക് കഴിവുണ്ടാവും. ഇപ്പം നമുക്കറിയാം എത്രയോ പ്രഗത്ഭരായിട്ടുള്ള നല്ല പാട്ടുകാരുണ്ട്, പക്ഷേ അവസരങ്ങളില്ലാത്തതുകൊണ്ട് അവരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അവർക്കത് പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കാൻ ഇതേപോലെയുള്ള സംഘടനകൾ, നിരവധി സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപാട് പേര് മുന്നോട്ട് വരാൻ സാധിച്ചിട്ടുള്ളതും അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അവിടെ നമ്മൾ ജാനകിയമ്മയെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, ഇവിടെ എല്ലാവരും വിശദീകരിച്ചു കഴിഞ്ഞു. പിന്നെ അതുമല്ല, പാട്ട് ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ആളുകളാണ് നിങ്ങളൊക്കെ. അപ്പോൾ ഒരു പ്രസംഗത്തിനൊന്നും യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ എന്നാലും ആ മഹതിയുടെ ആ ശബ്ദം അനുകരിക്കുക എന്നുള്ളത് വളരെയധികം പ്രയാസമുള്ളൊരു കാര്യമാണ്. നമുക്കൊക്കെ അറിയാം. ഒരിക്കലും മറക്കാൻ കഴിയാത്ത, നമ്മുടെ ഒരു പക്ഷേ അത്രയധികം പാട്ടുകൾ പാടിയിട്ടുള്ള, എല്ലാ ഭാഷകളിലും പാടിയിട്ടുള്ള അസാധാരണ കഴിവുള്ള, ശരിക്കും പറഞ്ഞാൽ ഒരു ജന്മം അതാണ്, സുഹൃതം ചെയ്ത ജന്മം എന്ന് പറയും നമ്മൾ. നിരവധി പേരെ സന്തോഷിപ്പിക്കാൻ സാധിക്കുന്ന അതാണ് പാട്ടിൻ്റെ പ്രത്യേകത. അതല്ലേ, മാനസികമായിട്ട് സുഖം നൽകാൻ കഴിയുന്ന ഒട്ടേറെ വലിയൊരു കഴിവാണല്ലോ യഥാർത്ഥത്തിൽ നല്ല പാട്ട് പാടാൻ വേണ്ടി കഴിയാന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ സന്ധ്യ നല്ല പാട്ടുകൾ ആസ്വദിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയട്ടെ. നമുക്ക് ഓണം വരികയാണ്, സന്തോഷത്തിൻ്റെ നാളുകളാണ്.
പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നത്തെ ഫോർകാസ്റ്റ് പ്രകാരം ഓണം വരെ ഇനി കനത്ത മഴയായിരിക്കും എന്നാണ് പറയുന്നത്. സാധാരണ ഒരു ചൊല്ലുണ്ട്, അത്തം വെളുത്താൽ ഓണം കറക്കുമെന്ന് പറയും. ഞാനത് അന്നേ പറയുന്നുണ്ട്. അത്തത്തിന് അന്ന് നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒക്കെ ഒരു പഴഞ്ചൊല്ലുകളായിട്ട് പക്ഷേ പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. അതായാൽ നമുക്കൊക്കെ വിഷമുണ്ടാക്കുന്ന ഒരുപാട് കച്ചവടക്കാർ എല്ലാവർക്കും പുറത്തിറങ്ങി നടക്കാവുന്ന നഗരം നാടും ശരിക്കും ഓണത്തിൻ്റെ ഒരു പ്രത്യേകതയിൽ നടക്കുകയാണ്. അത്രയും തിരക്കുള്ളൊരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും നല്ല നിലയിൽ ഇന്നത്തെ ഈ സംഗീത വിരുന്ന് ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ തപോവനം മെലഡീസ് ഞാനും കൂടിയുള്ള ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് കൂടുതൽ കരുത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഓരോ വർഷം കൂടുമ്പോഴും നമുക്ക് കൂടുതൽ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് ഈ രംഗത്തേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്മരിക്കും.